എല്ലാ പ്രയാസങ്ങളും, എല്ലാ നൊമ്പരങ്ങളും, എല്ലാ കഷ്ടതകളും, ക്യാൻസറും അറ്റാക്കും ഇതൊക്കെ മാറാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ർ പഠിപ്പിച്ചാൽ നിങ്ങളത് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഇപ്പൊ അത് പറയും, ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ. ചൊല്ലാമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് പറയാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഇതാർക്ക് പഠിപ്പിച്ചു കൊടുത്തറിയോ? ലോകത്തിന്റെ രാജകുമാരൻ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത നല്ലൊരു ദുആ. പറയട്ടെ, നിങ്ങൾ പറയട്ടെ ഇൻഷാ അല്ലാഹ്. ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകള് ബീബി ഫാത്തിമ. എന്തിനാ ഇതിന്റെ ഇടയിൽ ഇത് പറയുന്നറിയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപകടങ്ങളെ പറ്റിയാണ്. അറ്റാക്ക് വരാതിരിക്കാൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ, ബ്രെയിൻ ട്യൂമർ പോലത്തെ അസുഖം വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയാതിരിക്കാൻ, RCCയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേദനകളുടെ ലോകമെന്ന്. വേദനകളുടെ ലോകമെന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അവിടെ ചെന്ന് കിടക്കാതിരിക്കാൻ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു രോഗം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. മനസ്സറിഞ്ഞു പറഞ്ഞോ, അല്ലാഹുവേ ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ, ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ചൊല്ലുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ചെന്നിട്ടൊരു വേദനയെ പറ്റി പറയുമ്പോ, ഒരു വിഷമത്തെ പറ്റി പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്ർ, ഒരു ദുആ. അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ പെങ്ങളെ മറന്നു പോകാതെ ചൊല്ലുക. എത്രയോ സഹോദരങ്ങൾ കരഞ്ഞു പോവുകയാണ്. ഈ തൊട്ടടുത്ത് പോലും RCCയിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, 26 30 വയസ്സിന്റെ ഉള്ളിലുള്ള സാധുവായ ഷഫീഖ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയാണ്, ഉസ്താദ് വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വല്ലാത്ത വേദനയാ എന്ന് പറഞ്ഞിട്ട് തോറത്തുമുണ്ട് കവിൽ തടത്തുന്ന മാറ്റുമ്പോൾ അല്ലാഹുവേ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആ കവിൽ തടത്തിലൂടെ വല്ലാത്ത സ്മെല്ലടിച്ച് വീശുന്നുണ്ട്. അവിടെ ഒരു ദൂരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവന് പറഞ്ഞു പോവുകയാണ്. ഈ തലയൊന്ന് കൊണ്ട് ചെന്നിട്ട് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ മുമ്പിൽ കൊണ്ട് ചെന്ന് വെക്കാൻ തോന്നുകയാണ്. ഈ വേദന സഹിക്കാൻ കഴിയില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്കൊരു ഗർഭാശയത്തിന്റെ ഉള്ളിൽ ക്യാൻസർ വരാതിരിക്കാ, ഒരു നമ്പരം വരാതിരിക്കാറ്, വിദേശത്തുള്ള ഭർത്താവിന്റെ ജോലിയൊരു ബറക്കത്ത് ലഭിക്കാ, നാട്ടിൽ കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമകളെ വിളിക്കുന്നു. പൊന്നുമോളെ ഫാത്തിമ, നീ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, പൊന്നുമകളെ, എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹു മാറ്റാൻ പോവുകയാണ്. നേരം വെളുക്കുവോളെ കരയുമല്ലോ. അല്ലാഹുവേ, ഭർത്താവിന് രോഗമാണ്, എത്ര കരഞ്ഞിട്ടും മാറിയിട്ടില്ല. ഇത് പഠിപ്പിച്ച റസൂലുള്ളയാണല്ലോ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുക, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക, ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ കടങ്ങൾ മാറ്റിത്തരട്ടെ. വിദേശികളായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മക്കള്, ആ പൊന്നു മക്കളുടെ പ്രയാസം
പ്രയാസങ്ങൾ അല്ലാഹു മാറ്റാറ് ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലിക്കോ. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദിക്റാണ്. അല്ലാഹു ഇത് ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ഏതായാലും ഇപ്പം നമ്മുടെ ഈ പരിപാടി ഇപ്പം ലൈവ് ഉണ്ട്. അള്ളാഹു അതെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലമീൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ലൈവ് കേട്ടാൽ അതിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. സദസ്സ് പിരിയുമ്പോൾ നമ്മളിപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ദിക്ർ ആകാശ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കും. അതുമാത്രവുമല്ല, ആ ദിക്ർ ഒരൊറ്റവട്ടം ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ അവനിക്ക് വേണ്ടി ഒന്നല്ല 70,000 മലക്ക് അവനിക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും. ഇൻഷാ അല്ലാഹ് സദസ്സ് പിരിയുമ്പോൾ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ചോദിക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനുള്ള സൗഭാഗ്യം തരട്ടെ. നമ്മൾ വന്നിട്ട് കുറേ നേരമായി. ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേക്കണം എല്ലാവരും. നമുക്ക് മദീനയിലേക്ക് ഒരു 3 സ്ഥലത്ത് കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങരുത് കേട്ടോ. ഉറക്കെ ചൊല്ലിക്കോളി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഉറക്കെ ചൊല്ലി. മണിമോത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ അഴകാണേ സ്വല്ലല്ലാഹു. കരുണക്കാടലേ റസൂലേ കാരുണ്യ പൂവേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. ഇതിനോട് അല്ലാഹുവേ ഈ സ്വലാത്ത് നമ്മൾ മുഴുവൻ ചൊല്ലിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചൊല്ലിയത് ഹബീബിന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉറക്കുന്ന അമ്മി അല്ലാ നീ ഹബീബിന്റെ ചാരത്ത് എത്തിക്കണേ പടച്ചോനെ. നിങ്ങൾ ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. കറക്റ്റ് 2 മണിക്കൂറാണ് നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ സംഘാടകർ രൂക്ഷ നോട്ടം പടച്ചോനെ പാഹൻ കൊടുക്കും. നമ്മളെന്ന് അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കം നമ്മയും പറഞ്ഞ് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ക്യാൻസർ പോലത്തെ രോഗം പടച്ചറബെ ഞങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അള്ളാഹുവേ നീ തുടച്ചു മാറ്റണേ റഹ്മാനെ. നമ്മളറിയില്ല. എന്നെ നിങ്ങൾ നോക്കണ്ട, എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുക്കളുമുണ്ട്. ഒരാളുടെ ആമീൻ കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. പടച്ചറബെ ഞങ്ങൾ അറിയാതെ ഉണ്ടെങ്കിൽ അള്ളാഹ് നീ അതിന് പരിഹാരം തരണം പടച്ചവനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകൾ അവിടെ വെച്ചുകൊണ്ടും മണിയറ വെച്ചിട്ട് കരഞ്ഞത് അള്ളാഹു ഇന്നെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല, അലിയാരുമൊത്തുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല അവിടെ നിന്ന് കരഞ്ഞത്. അവിടെ നിന്ന് കരഞ്ഞു പോയത് പടച്ച റബ്ബേ അള്ളാഹുവേ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ആ ഖബറിന്റെ ഉള്ളിൽ ഒരാളുമില്ല. ആരെന്ന് ഓർക്കുക? ഒരാളും ഓർക്കൂല. അതുകൊണ്ടാണ് അവിടുത്തെ പാഠം വലുതാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ ഖബർ പോലും നമ്മളോട് വിളിച്ചു പറയുന്ന ഓരോ ദിവസവും വിളിച്ചു പറയുമല്ലോ. എന്താ വിളിച്ചു പറയുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ഖബർ നമ്മളോട് വിളിച്ചു പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം പറയുന്ന ഷമീർ ദാരിമി ഇന്ന് വിളിച്ചതാണ്. ഇന്ന് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കും നല്ല മീനെ വിളിച്ചതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും നമ്മളെ കൊണ്ടടക്കുന്ന പച്ചമണ്ണ് വിളിക്കുകയാണ്. എന്നിട്ടെന്തേ പറഞ്ഞെന്നറിയോ? തഫിറു മിന്നീ അലാ ലഹരി ഫതുഹസബു ഫീ ബത്നി
എന്റെ വിഷയം ഖബറല്ല, ഫാത്തിമ ബീവിന്റെ ജീവിതം പഠിപ്പിക്കാൻ. ഫാത്തിമ ബീവി ഓർത്തുകൊണ്ട് കരഞ്ഞതും ഖബറാണല്ലോ. എന്തേ നമ്മുടെ മണ്ണ് നമ്മളോട് വിളിച്ചു പറയുന്നത്? ഇന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒത്തുകൊണ്ടാ നീ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ കൈപിടിച്ചുകൊണ്ടാ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊത്തുകൊണ്ടാ ഇവിടെ വന്നത്. അല്ലാഹുവേ, അന്നന്നിറങ്ങുന്ന സിനിമകൾ ചൂടാറാതെ കാണാ നിങ്ങളുടെ കൂട്ടുകാരെ കൈപിടിച്ചുകൊണ്ടാ കടന്നു പോയത്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നീ നടന്നു പോകുമ്പോഴും നിന്റെ മണ്ണ് വിളിച്ചു പറയാട്, തഫിറു മിന്നീ അലാ ളുഹ്രീ, എന്റെ പുറത്തുകൂടെ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചു കളിച്ചു രമിച്ചു സുഖിച്ച് നീ നടന്നു പോവുകയാണ്. എന്നാൽ ഇന്നിവിടെ ഈ ഒരു സമയത്ത് കടന്നു വന്നിരുന്ന എന്റെ പൊന്നുമോനെ, നാളെ നിന്റെ കിതാബില് ഖബറിന്റെ ഉള്ളിൽ റൗമാൻ എന്ന് പറയുന്ന മലക്കൊന്ന് കടന്നു വന്നിട്ട് ഉക്തുബു അമലക്കെന്ന് പറയുമ്പോ നിന്റെ എല്ലാ അമലുകളും രേഖപ്പെടുത്താൻ പറയുമ്പോ ഇവിടെ കടന്നു വന്ന ചെറുപ്പക്കാരാ, നീ എത്ര ഭാഗ്യവാനാണ് പൊന്നുമോനെ, നീ എത്ര ഭാഗ്യവതിയാണ് പൊന്നുമോളെ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യമാണല്ലോ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഇതുപോലെ അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ പരിപാടി വെച്ചപ്പോ ആ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പോയിരുന്ന ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയല്ല എന്ന് പറയാൻ കഴിയുമല്ലോ ചെറുപ്പക്കാരാ. അവിടെ നദാ വിളിച്ചു പറയാണ്, ദുനിയാവിന്റെ പുറത്ത് നിന്റെ സമ്പത്തുകൾ വൃത്തികേടുകൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ ചോദിക്കാവരാളില്ല. എന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നാലോ നിന്നെ ചോദ്യം ചെയ്യുമെന്ന് ഖബറ് വിളിച്ചു പറയുമ്പോ ഇതൊക്കെ ഫാത്തിമ ബീവിന്റെ മനസ്സിന്റെ ഉള്ളിൽ പിടയുകയാണ്. കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. തംശീ ഫിൽ ജമാഅത്തി അലാ ളുഹ്രീ വസൗഫ തഖഉ വഹീദ ഫീ ബത്നി. ഇവിടെ സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെ വന്നതാണ്. കൂട്ടുകാരും ഒത്തുകൊണ്ട് ചിരിച്ചിട്ട് ഇവിടെ ഇരുന്നതാണ് മോനെ. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ തനിച്ചാണ് കടന്നു വരിക. ഇതോർത്തുകൊണ്ട് കരയാ നമുക്കൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് ഖബറിനെ പറ്റി ഓർക്കണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല എന്റെ ചെറുപ്പക്കാരാ, ജീവിതം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, ഫാത്തിമ ബി ഒന്ന് ഖബറിനെ പറ്റി ഓർക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചു. രണ്ടാമത് ഏതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുന്നു എന്നറിയോ? കുടുംബത്തിന്റെ മാതൃകയാ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഉമ്മമാരെ, ഇത്രയും നേരമായിട്ട് എൻ്റെ ഉമ്മമാരിലേക്ക് ഞാൻ കടന്നു വന്നിട്ടില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഹദിയുടെ ജീവിതത്തിന്റെ ഒരു പാഠം പഠിപ്പിക്കുകയാ. ഭാര്യ ഭർത്താവും ഒത്തുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോ ഒരുപാട് കുറവുകൾ വന്നേക്കാ, ഒരുപാട് കുറ്റങ്ങൾ വന്നേക്കാ, ഒരുപാട് പോരായ്മകൾ വന്നേക്കാ. അതൊക്കെ സഹിക്കാ, അതൊക്കെ ക്ഷമിക്കാ. ഫാത്തിമ ബീവിന്റെ പാഠം പഠിച്ചാലല്ലാതെ നമുക്ക് കഴിയൂല ഉമ്മ. ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ. എന്തെങ്കിലും മടി നിർത്താറായിക്കണോ? ആയോ? നിർത്താറായോ? ഇല്ല എന്നുള്ളവർക്ക് കൈവയ്ക്ക് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് വ്യക്തമായിട്ട് പറയാൻ, ഒന്ന് അവിടെ നിന്ന് പഠിപ്പിച്ച് നമ്മുടെ ഖബറിനെ പറ്റി ആവർത്തിച്ചു പറയണത് ആവർത്തന വിരക്തിക്ക് വേണ്ടിയല്ല, മനസ്സിലാക്കാൻ. ഒന്ന് ഖബറിനെ അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. ഖബറിനെ പറ്റി ചിന്തിക്കുക. രണ്ടും ഇപ്പോൾ അവിടെ നമ്മളെ പഠിപ്പിച്ച് കുടുംബിനികൾക്ക് മാതൃകയാണ്. ഒരുപാട് കഥകളുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞു പോകും. കുടുംബിനികൾക്കൊരു മാതൃകയാണ്, സന്തോഷത്തിന്റെ പാഠമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്.
തൻ്റെ ഭർത്താവിൻ്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോയ ഒരു മഹദി, ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. തൻ്റെ ഭർത്താവിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞിരുന്നവർ, തൻ്റെ ഭർത്താവ് കരഞ്ഞാൽ കൂടെ കരഞ്ഞിരുന്നവർ, തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ടും മനസ്സുകൊണ്ട് മുന്നോട്ട് കടന്നുപോയവർ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇല്ല, അവിടെ നിന്ന് പഠിപ്പിക്കാൻ ഫാത്തിമ ബീബി, മോളെ നിന്റെ ഭർത്താവ് മൊത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ, ആ ഭർത്താവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ, ഒരുപക്ഷെ എല്ലാ ദിവസവും നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടാകണമെന്നില്ല, എല്ലാ ദിവസവും നിന്റെ ഭർത്താവിന് സന്തോഷമുണ്ടാകണമെന്നില്ല, എല്ലാ ദിവസവും ഒരുപോലെ ആരോഗ്യമുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ സമ്പാദ്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ നീ നിന്റെ ഭർത്താവിനെ പുച്ഛിച്ച് തള്ളരുത്, നീ നിന്റെ ഭർത്താവിനെ ആക്ഷേപിക്കരുത്, നീ നിന്റെ ഭർത്താവിനെ കുറ്റം പറയരുത്. ഇതൊക്കെ അവരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണല്ലോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകൾ ഒന്നാമതായി പഠിപ്പിക്കാ, ഭർത്താവിന്റെ വള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക. ഇത് പറയുമ്പോഴാ ഒരു കഥ ഓർമ്മ വരുന്നത്. സയ്യിദത്തുൻ നിസാ ബീവി ആയിഷ, ഉറക്കെ പറയി ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഒരു വേള വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിന്റെ പവർ പോലെ മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ ഹബീബുള്ളാഹേ ത്വയ്ബ പതിഞ്ചീവേ തൗഹീദോളി നീലാവേ അർശിനും കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരതപ്പുവേ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അതുകൊണ്ട് മുഴങ്ങട്ടെ മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവശരായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒന്ന് കടന്നു പോവുകയാ. എന്തിനാ ഉസ്താദേ ഫാത്തിമ ബീവിന്റെ കഥ പറയുമ്പോ അവിടെ ആയിഷ ബീവിന്റെ കഥ പറയുന്നു എന്നല്ലേ? അതിനകത്തൊരു പാഠമുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി കൂടെ ആയിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. വീട്ടിന്റെ വാരാന്തയിൽ വാതിൽപ്പടി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി കടന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുന്ന കാണുമ്പോഴേ ഫാത്തിമാന്റെ ആയിഷ ബീവിന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആയിഷ ബീവിന്റെ മനസ്സൊന്ന് തകർന്നു പോവുകയാ. ആരാ കടന്നു വരുന്നത്? ലോകത്തിന്റെ രാജകുമാരനാണ്. ആ റസൂലുള്ളാഹി കടന്നു വരുന്നത് എന്തിനാ കരയുന്ന എന്നല്ലേ? അവര് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുന്ന രംഗം കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാണ്. എവിടെയെന്നറിയോ? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ ചെന്നിരിക്കുകയാണ്. ഫമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാ ബിഹി മിനൽ ജൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറ്റത്തൊന്ന് കൈവെക്കുകയാണ്. കൈവച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടവുകയാ. വിഷന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് പെങ്ങളെ, നമ്മളാണെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കൊണ്ടുവെക്കുമല്ലോ. പക്ഷേ അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാനും
യാതൊന്നുമില്ലാതെ അവിടെ നിന്നതാ ഭർത്താവിനോട് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട റസൂലല്ലാഹ്, ഈ വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, എത്രയോ ദിവസങ്ങളായിട്ട് ആയിഷ പട്ടിണിയാണ് നബിയേ. അവിടത്തെയോട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അവിടത്തെ വേദനപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. പൊന്ന് പെങ്ങളെ, വിദേശത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഒരു മാസവും കാണും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കള് ഒരു മാസവും കാണും, കാശന്നേക്കാര് താമസിച്ചു പോയാൽ, മുറുമുറുക്കുന്നവരായിട്ട് മാറിപ്പോയാൽ അല്ലാഹുവിന്റെ ശാപമുണ്ട് മോളെ. അതുകൊണ്ട് ആയിഷ ബീവി പറയാ, ആയിഷ എത്ര പട്ടിണി കിടന്നാലെന്താ, ആയിഷ എത്ര സഹിച്ചാലെന്താ, എനിക്കെന്റെ ഭർത്താവിന്റെ പൊരുത്തമാണെന്ന് പറഞ്ഞു പോയതെങ്കിലോ. ഏറ്റവും നല്ല പെണ്ണിനെ പറ്റി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, തന്റെ ഭർത്താവിന്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണാട് ലോകത്തിന്റെ മുത്തിന്റെ തരുണി മണിയേ ബീവി ഫാത്തിമ. ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലേ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹിക്കണം. അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്, അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്. അതല്ലാതെ നൈമിഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എപ്പോഴും ഭർത്താവിനോട് ഇത് പറയുമ്പോൾ എന്തിനാ ഇത് പറയുന്നത് ചിന്തിക്കരുത്. ആദ്യം അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാൽ, അവരുടെ പൊരുത്തത്തിലാണ് നമുക്ക് അല്ലാഹ് നിന്റെ പൊരുത്തുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബേ, നീ എന്നൊന്ന് കാക്കണം. ഇന്നു മുതൽ ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് ഞാൻ ഉറപ്പിക്കാൻ, ഇന്നു മുതൽ എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന എന്തെന്നാണോ അത് മതി. ഇനിയിപ്പോ എന്തായി, വലിയ പെരുന്നാളൊക്കെയായി, വലിയ പെരുന്നാളൊക്കെ വരുമ്പോ നമ്മൾ വസ്ത്രമൊക്കെ എടുത്തിട്ട് ഒരു പക്ഷേ മക്കൾക്കായാലും ഭാര്യക്കായാലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിന്ന് വസ്ത്രവുമായിട്ട് വരുമ്പോൾ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട്, ഇനി എത്ര കൊള്ളാത്തതാണെങ്കിലും എത്ര ഇഷ്ടപ്പെടാത്തതാണെങ്കിലും അൽഹംദുലില്ലാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടെടുക്കുമ്പോൾ അവിടെയാണ് ഭർത്താവിന് സന്തോഷം കിട്ടുക. അപ്പം ഇങ്ങനെ ഭർത്താവ് നല്ല സന്തോഷത്തിൽ കൊണ്ട്, ആ കൊള്ളാം, നല്ല സാധനം, ഇത് എന്തെന്ന്, ഇത് ആർക്കും ഇത് വേണ്ടാത്ത സാധനം കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വേദന, അതൊരു വല്ലാത്ത വേദനയല്ലേ. എത്ര വന്നാലും അവിടെ എന്ത് സഹിച്ചാലും ഈ സഹനത്തിനും ഈ ക്ഷമയ്ക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷം നിങ്ങൾക്ക് നാളെ കാത്തിരിക്കാൻ. അള്ളാഹു അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാരെ മുഴുവൻ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ, ഇല്ലേ? അതുകൊണ്ടാണല്ലോ വിഷന്നുകൊണ്ട് കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഒന്നുറക്കെ പറ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ രണ്ട് പൊന്നുമക്കളും വല്ലാതെ വേദനയോടുകൂടി കരഞ്ഞിട്ട് പോലും ഒന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് പറഞ്ഞത്, മോളെ ഫാത്തിമ, നീ ഒരു ഉമ്മയാണല്ലോ പൊന്നുമോളെ, നീ ഒരു ഉമ്മയാണല്ലോ പൊന്നുമോളെ. മോളെ, നിനക്കാ പൊന്നുമക്കളുടെ വിശപ്പ് മാറ്റാൻ കഴിയുമല്ലോ ഫാത്തിമ. അതുകൊണ്ടാ പൊന്നുമക്കളെ വിശപ്പ് മാറ്റാ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യര് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കടന്നു പോകുമ്പോഴും അല്ലാ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വാവിട്ടുകൊണ്ട് കരയുമ്പോ റസൂലുള്ള കടന്നു വന്നിട്ട് മെല്ലെ ഒന്ന് ദേഷ്യപ്പെട്ടല്ലോ, മോളെ ഫാത്തിമ, ഈ രണ്ട് മക്കളുടെ ഉമ്മയാണ് മോളെ നീയും നീ വിചാരിച്ചു പോയാൽ ഈ പൊന്നുമക്കളുടെ പട്ടിണി മാറ്റാ നിനക്ക് കഴിയില്ലേ ഫാത്തിമ? ഈ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ കഴിഞ്ഞതോ, ഫാത്തിമ ബീവിന്റെ രണ്ട് കരങ്ങൾ അങ്ങ് പൊക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിന്റെ മുഖത്തേക്ക് അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഫാത്തിമ എന്ന് പറഞ്ഞ ജീവനല്ലേ. ആ റസൂലുള്ള ചെന്നിട്ട് പൊന്നുമകളുടെ കരങ്ങൾ പിടിച്ചു മാറ്റുമ്പോ അല്ലാഹുവേ, ഫാത്തിമ ബീവിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരികയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, മോളെ എന്തിനാണ് എന്റെ പൊന്നുമോള് കരയുന്നു എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട ഉപ്പാ,
അവിടന്ന് പറഞ്ഞല്ലോ പൊന്നുമകളുടെ വിശപ്പ് മാറ്റാ, എന്റെ പൊന്നുമകളുടെ വിശപ്പ് മാറ്റാൻ അവിടന്ന് പറഞ്ഞല്ലോ. അതിനെനിക്ക് സങ്കടമില്ല ഉപ്പാ. എത്രയോ ദിവസങ്ങളായി പട്ടിണി കിടന്നു പോയതാണ്, എത്ര ദിവസങ്ങളായി പട്ടിണി കിടന്നതാണ്. അതുകൊണ്ട് ഉപ്പാ, എന്റെ മാറിടത്തിൽ നിന്ന് ഒരമ്മിഞ്ഞ പാല് പോലും എന്റെ പൊന്നുമക്കളുടെ കവിൾത്തടത്തിലേക്ക് പോകുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും കരഞ്ഞു പോയെങ്കിലോ എന്റെ ഭർത്താവെന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്റെ ഭർത്താവെന്റെ മക്കളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എത്രയോ വീടുകളിൽ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും പ്രിയപ്പെട്ട ഭാര്യയും പൊന്നുപോലെ നോക്കിയിട്ടുള്ള ഭർത്താവിനെ പോലും പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന അവസ്ഥ കണ്ടുപോയതാണല്ലോ. എത്രയോ ആളുകൾ വന്നിട്ട് ഈ തൊട്ടടുത്ത് പോലും മണ്ണാർക്കാട് പ്രഭാഷണം കഴിഞ്ഞിട്ട് വരുമ്പോ ഉസ്താദേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്ന ദുആ ചെയ്യാറ് കേരളമെന്ന് പറഞ്ഞൊരു വീട്ടിലേക്കൊന്ന് കയറുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോവുകയാണ്, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പെണ്ണിന് കൊടുത്തതാ, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൾക്കൊന്ന് കൊടുത്തു പോയതാണ്, എന്റെ മക്കൾക്കൊന്ന് കൊടുത്തു പോയതാ. ഇന്നെനിക്കൊരു രോഗം വന്നപ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ വേണ്ട, ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിലോ എന്റെ ഉമ്മ, ഒരു ദിവസം നിങ്ങൾ നോക്കിയതാണ്. എത്ര വിഷമം വന്നാലും അല്ലാഹുവേ ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് സമാധാനത്തിന്റെ ഒരു വാക്ക് കൊടുക്കുന്ന പെങ്ങളേതാ? ആ പെങ്ങളാണ് നാളെ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകുന്നത്. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം ഇവിടെ കടന്നു വന്ന മുഴുവൻ അമ്മമാർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു നീ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, നമ്മളെ മുഴുവൻ സ്വർഗത്തിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇവിടെ ബക്കറ്റിലുണ്ടോ? ഉണ്ടോ? ബക്കറ്റിലുണ്ടോ? എവിടെ സംഘാടനം മുങ്ങിയ ഉണ്ടോ? ഉണ്ടോ? ബക്കറ്റിലുണ്ടോ? അന്ന കൊണ്ടുവരി. നമ്മുടെ സംഘാടന ബക്കറ്റുമായിട്ടൊരു നല്ലൊരു ഹദിയ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആദ്യം ഇവിടെ കൊണ്ടുവരണേ. നല്ലൊരു മനസ്സോട് കൂടി, നല്ലൊരു നീയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സംഖ്യ, നല്ലൊരു സംഖ്യ ബിസ്മില്ലാഹ് എല്ലാവരും ഇവിടെ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് കറക്റ്റ് 2 മണിക്കൂറാകുമ്പോൾ എൻ്റെ വാദം നിർത്തും. അതിൻ്റെ ഇടയിൽ തന്നെ ഫാത്തിമ ബീവിൻ്റെ വഫാത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അല്ലാഹു ഈ സദസ്സിൽ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗീയ ലോകം തരട്ടെ. അല്ലാഹു സ്വർഗീയ ലോകം തരട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കൊണ്ടുവരാനുമുണ്ട്. അതുകൊണ്ട് ഒല്ലായ്മയിലും ഇല്ലായ്മയിലും സന്തോഷകരമായിട്ട് കടന്നുകൂടെ. ഇനിയോ രണ്ടാമതൊന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിയുന്നൊരു പെണ്ണായിട്ട് മാറുക. തന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഇത് പറയുമ്പോ ഇതിപ്പോ നമുക്കുള്ള വാളല്ല, ആണുങ്ങൾ ചിന്തിക്കണ്ട അല്ലേ, അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോളെ പറ്റിയല്ലേ പറയാ. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കൂലിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ആണുങ്ങൾ നിറക്കെ പറയും ബീബി ഫാത്തിമ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ ശബ്ദത്തെ നാളെ മഹ്ശറിൽ സ്വർഗീയ ലോകത്തേക്ക് എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ. അവിടെന്ന് പറയാൻ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയാം, അങ്ങനത്തെ ഒരു പെണ്ണാകണം. ഇതൊക്കെ ജീവിതം ഫാത്തിമ ബീവിയുടെ. ഒരു വേള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ. ആ സമയത്ത് അലിയാർ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഇവിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ കുറെ നാളായി ഇവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറി എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാം. അപ്പോ തന്റെ ഭർത്താവാണ് വിളിക്കുന്നത്, ഞാൻ വരൂലെന്നല്ല, പെങ്ങളെ പഠിക്കണം, ഞാൻ വരൂലെന്നല്ല. അവിടെ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതാണ്.
നമ്മുടെ ഭർത്താവ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ വിളിച്ച് നമ്മളെന്താ പറയാ, എനിക്കൊന്നും ഇപ്പൊ എന്റെ കാല് വയ്യ, ശരീരം വയ്യ, ആസകല നൊമ്പരാണ്, ദുഃഖാണ്, വല്ലാത്ത പേടിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുന്നാലോ അവിടെ നിന്ന് പറയാണ് കുഴപ്പമില്ല അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാ. ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ നിന്ന് അവിടെ നിന്നതാ സലാം പറഞ്ഞിട്ട് കടന്നു പോകുന്നത് അലിയാർ തങ്ങളുടെ വീട്ടിലേക്കാ. അലിയാർ തങ്ങളുടെ വീട്ടിലേക്കൊന്ന് താമസം മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നു പോവുകയാണ്, എത്രയോ ദിവസങ്ങൾ നൊമ്പരത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാ, വേദനയോടുകൂടിയിട്ട് ഫാത്തിമ ബീവി കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് പോലും വിശപ്പാണ്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് താമസം മാറി അലിയുടെ വീട്ടിലായി. അലിയാർ തങ്ങൾ പിന്നെ വന്നിട്ട് പറയുന്നു, ഓ ഫാത്തിമ, നമുക്കൊരു കാര്യം ചെയ്തൂടെ, ഇവിടെ നമുക്കൊന്ന് മാറി താമസിച്ചൂടെ, സ്വന്തമായി നമുക്കൊരു വീട്ടിലേക്കൊന്ന് മാറി താമസിക്കാം. ആ ഒരു സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട അലിയേ, അന്നന്ന് കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്, അന്നുള്ള വരുമാനം കൊണ്ടാ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്, സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനുള്ള വരുമാനം നമുക്കില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയിനോട് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, ഞാൻ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ, അതുകൊണ്ട് കടന്നു പോവുക, ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുക. അവിടെ ചെന്ന് കൊണ്ടിട്ട് മുസ്തഫ നബി തങ്ങളോട് ഞാൻ പറയും പോലെ പറയാ. ബഹുമാനപ്പെട്ട ഹാരിഥ റളിയല്ലാഹു അൻഹുവിന് 3-4 വീടുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വീട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയാൽ നമുക്ക് തരാതിരിക്കില്ല ഫാത്തിമ. അതുകൊണ്ട് ചെന്നുകൊണ്ട് പറയുമോ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്നതാ കടന്നു പോവുകയാണ്, ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കാണ്. അല്ലാ അല്ലാ, പൊന്നുമകളെ വരുന്ന കണ്ടപാട് ലോകത്തിന്റെ രാജകുമാരൻ എഴുന്നേൽക്കുകയാ. ഓടിച്ചെന്നുകൊണ്ട് പൊന്നുമകളെ വാരിപ്പുണർന്നുകൊണ്ട് നെറ്റിത്തടത്ത് മുത്തം കൊടുക്കുകയാണ്. റസൂലുള്ളാന്റെ നടത്തമുള്ള, റസൂലുള്ളാന്റെ ഇരുത്തമുള്ള, റസൂലുള്ളാന്റെ പിരുകമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വിരിപ്പെടുത്തി വെച്ചുകൊണ്ട് കൊടുക്കുകയാ. ഇവിടെ ഇരുന്നോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോവുകയാണ്, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനെ ഉണ്ട് മോളെ? ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പെങ്ങളെ പഠിക്കുക മോളെ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതമുണ്ടല്ലോ, ആ ജീവിതം എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോകുമ്പോ അവിടെന്ന് പറയുന്ന ഉപ്പാ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഫാത്തിമ ബീവിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകളെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയിരിക്കുകയാ. വിശന്നിട്ടുള്ള പാടുകൾ കാണാ, കവിൾത്തടത്തിലൂടെ കണ്ണുനീര് വന്നു പോയിട്ടുള്ള പാടുകൾ കാണാ. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയുണ്ട് കുടുംബ ജീവിതമെന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമാ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലോ ഇന്നിവിടെ ഷമീർ ദാരിമിയുടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കാണാൻ കടന്നു വരുന്നെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാടെ ചാരത്ത് പോയെന്ന് പറയുക. എന്റെ പെങ്ങളെ, ഉമ്മയോ ബാപ്പയോ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനാണെന്ന് ചോദിച്ചാ 100 കൂട്ടം
പരാതി പറയാറുണ്ടല്ലോ, 100 കൂട്ടം പ്രയാസങ്ങൾ പറയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. എന്നാൽ മാതൃക എവിടെയാണ്? ഏത് ത്യാഗവും സഹിക്കുന്നൊരു പെണ്ണാണ് ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണാണ് ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത്. അവിടെ ഫാത്തിമ ബീബി പറയാ, അൽഹംദുലില്ലാഹ് സന്തോഷമാണ് ഉപ്പ. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു പോവുകയാണ്, മോളെ ഫാത്തിമ, എന്തേ ഈ ഒരു സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരാഗ്രഹമുണ്ട്. ആ ഭർത്താവിന്റെ ആഗ്രഹം ഒന്ന് സഫലമാകാൻ കടന്നു വന്നതാണ്. അവിടുന്ന് ചോദിച്ചു, ഭർത്താവിന്റെ ആഗ്രഹം എന്താ? അവിടുന്നൊന്ന് മാറി താമസിക്കണമെന്ന് എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ട് ഉപ്പാ. അതിനെന്റെ ഭർത്താവിന് കഴിയൂലല്ലോ. അന്നിറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നുകൊണ്ട് ജീവിതം നടത്തുന്ന ആ പ്രിയപ്പെട്ട ഭർത്താവിന് എന്ത് വരുമാനമാണുള്ളത്? അതുകൊണ്ട് റസൂലേ, അവിടത്തെയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയുണ്ടല്ലോ, അവിടത്തെയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, ഹാരിസ റളിയല്ലാഹു അൻഹു, 2-3 വീടുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വീട് ഞമ്മക്ക് തരാൻ പറയുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അതുവരെ ചിരിച്ചു പോയ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ വല്ലാതെ നൊമ്പരം തവിക്കുകയാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ തലകുനിച്ചിട്ട് പൊന്നുമകളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉപ്പാക്ക് ലജ്ജയാണ് മോളെ, ഉപ്പാക്ക് നാണമാണ് മോളെ. ഹാരിസ് അവിടം നമുക്ക് വീടുകളും മാറ്റി മാറ്റി തന്നതാണ്. ഇനിയും ഒരു വീട് ചോദിച്ചുകൊണ്ട് ഹാരിസാന്റെ മുമ്പിൽ പോകാ എനിക്ക് കഴിയൂല ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോട് തന്റെ ഭർത്താവിന്റെ ചാരത്തേക്കൊന്ന് പോവുകയാണ്. ഭർത്താവ് കാത്തു നിൽക്കുകയാ. എന്റെ ഫാത്തിമ ഒന്ന് കടന്നു വന്നാൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഭർത്താവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാണമാണെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് ലജ്ജയാണെന്ന് പറഞ്ഞു പോയിരിക്കുകയാ. അതുകൊണ്ട് മോളെ, അതുകൊണ്ട് എന്റെ ഭർത്താവേ പറ്റൂല. അവിടെന്ന് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ കുഴപ്പമില്ല. എന്നാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലും നടത്തിയ സംഭാഷണം ഒരു സ്വഹാബി കേട്ടുകൊണ്ട് ഓടുകയാണ്. ഇവിടെ ഹാരിസാന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഹാരിസ, ഇതുപോലെ റസൂലുള്ളാഹിയും ഫാത്തിമ ബീവിയും ഒരു ചർച്ച ഞാൻ കേട്ടു. ഇത് കേട്ടപാട് ഹാരിസ അവിടെ നിന്ന് ചാടി നിൽക്കുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ വന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അവിടെ എന്ത് വേണോ തരാൻ ഞാനത് റെഡിയാണ് നബിയേ. എന്റെ സ്വത്ത് എനിക്കുള്ളതിനേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ സ്വത്തിനെ അവിടുന്ന് ഉപയോഗിക്കുന്നതാണ് നബിയേ. അതുകൊണ്ട് റസൂലേ, ഒരു വീട് ഞാൻ ഫാത്തിമ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാ അല്ലാ, അവിടുന്ന് പുന്നാര മകളെ വാർത്തറിയിക്കുകയാണ്. ആ ഒരു സന്തോഷം എത്ര സന്തോഷമാണെന്നറിയോ? പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെയും മരുമകനാകുന്ന അലിയിൽ കറമഹുല്ലാഹ്
അലിയാർ തങ്ങളെയും താമസം മാറ്റുകയാണ് പുതിയ വീട്ടിലേക്ക്. ഇന്നൊരു കുടിയിരുപ്പ് വന്നാ, ഒരു പാല് കാച്ച് വന്നാൽ, എന്റെ പെങ്ങളെ, ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയാണ്, അവിടെ നിന്ന് കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോ ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകളുടെ പാല് കാച്ചിന്റെ അന്ന് ഒന്നും കൊടുക്കാ റസൂലുള്ളാഹില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുക്കുകയാണ്, ഒരു കട്ടിൽ മേടിച്ചു കൊടുക്കുകയാണ്, മാവ് കുഴയ്ക്കാൻ ഒരു ആസാങ്കല്ല് മേടിച്ചു കൊടുക്കുകയാണ്. എല്ലാം മേടിച്ചു കൊടുത്തുകൊണ്ട് ഒരു വീട്ടിലേക്കൊന്ന് താമസം മാറ്റുകയാ. അൽഹംദുലില്ലാഹ്. അതാ വലിയ വീട് വേണമെന്നുള്ള മത്സര ബുദ്ധിയില്ല. അപ്പുറത്തുള്ളവന്റെ വീടിനേക്കാൾ വലിയ വീട് വേണമെന്നില്ല, അതുപോലത്തെ ഒരു വാഹനം വേണമെന്നില്ല. ആ വീടിന്റെ മുൻവശം മറ്റൊരാൾ കെട്ടിപ്പൊക്കിയെങ്കിലോ നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്? വിദേശത്തുനിന്ന് കുറച്ച് കാശയച്ചാൽ നമുക്ക് കൂടെ അതുപോലെ ചെയ്യാമെന്നല്ല. അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവുമൊത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നുകൂടുകയാണ്. പെങ്ങളെ, ഒരേ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്ന ജോലി അറിയോ? ഒരു കൈ കൊണ്ട് മാവ് കുഴക്കുകയാണ്, ഒരു കൈ കൊണ്ട് മാവ് കുഴക്കുകയാ, ഒരു കൈ കൊണ്ട് റൊട്ടി ചുടുകയാണ്. അതിനോടൊപ്പം തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് അവിടെ നിന്നതാ തൊട്ടിലിട്ടിട്ട് ആ തൊട്ടിലിന്റെ വള്ളി പിടിച്ചിട്ട് കാലിന്റെ തള്ളവിരലിലേക്കൊന്ന് കെട്ടുകയാ. അവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും റൊട്ടി ഉണ്ടാക്കുമ്പോഴും മാവ് കുഴക്കുമ്പോഴും മക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ കരഞ്ഞു പോയാൽ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ കാലിന്റെ തള്ളവിരൽ കൊണ്ടാട്ടുകയാണ്. ഒരേ സമയത്ത് മാവ് കുഴക്കുന്നു, ഒരേ സമയത്ത് റൊട്ടി ഉണ്ടാക്കുന്നു, ഒരേ സമയത്ത് പൊന്നുമക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുകയാ. ഇന്നിപ്പോ നമ്മളല്ലേ പറയാ, ഉമ്മ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അന്ന് മുതൽ ഒരു സുഖവും എനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു സന്തോഷവും എനിക്ക് ലഭിച്ചിട്ടില്ല, ജോലിയാണ് ഉമ്മ. പെങ്ങളെ, ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭർത്താവിന് സേവനം ചെയ്യുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു പോയാൽ, അല്ലാഹുവേ 100 കുടുംബക്കാർ ഒരുമിച്ച് വന്നാലും നിങ്ങൾ അവരെ സഹായിക്കുന്നതാ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോയത്, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരു പെണ്ണായി മാറണമെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ റാണിയെ, തരുണി മണിയെ ബീവി ഫാത്തിമ. ഉറക്കെ പറയ്, സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹു ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ദുരിതങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി തരട്ടെ.